അസ്സലാമു അലൈക്കും. ഖുർആനിലെ 10-ാം ജുസ് നമ്മൾ ഇന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത് അതിലെ വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങളെക്കുറിച്ചാണ്. ജീവിതത്തിലെ വലിയ വലിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് പതറാതെ നിൽക്കാൻ സാധിക്കാം? എന്താണ് യഥാർത്ഥത്തിൽ വിജയത്തിലേക്കുള്ള ആ ഒരു രഹസ്യം? ഈ ചോദ്യങ്ങൾക്കൊക്കെ സൂറത്തു തൗബയും സൂറത്തുൽ അൻഫാലും നൽകുന്ന മറുപടികളിലേക്കാണ് നമ്മളിന്ന് ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്. നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം, അല്ലേ? നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പാവപ്പെട്ടവരെ സഹായിക്കും, പള്ളിക്ക് എന്തെങ്കിലും സംഭാവന കൊടുക്കും. പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് നിർത്തി ആലോചിച്ചിട്ടുണ്ടോ, ഇതൊക്കെ ചെയ്യുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ്? വെറുമൊരു ശീലം പോലെയാണോ ഞാനിത് ചെയ്യുന്നത്? അതോ ആളുകൾ കാണാൻ വേണ്ടിയാണോ? നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിക്ക് ശരിക്കും ഒരു ആത്മാവുണ്ടോ, ഒരു റൂഹുണ്ടോ? ഇവിടെയാണ് ഇസ്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ ഏറ്റവും നല്ലതെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഗുറൂർ എന്ന് പറയുന്ന, അതായത് ഒരുതരം ആത്മവഞ്ചനയിലേക്ക് അത് നമ്മളെ കൊണ്ടെത്തിച്ചേക്കാം. ചുരുക്കി പറഞ്ഞാൽ, വിശ്വാസത്തിന്റെ, ഈമാനിന്റെ അടിത്തറയില്ലാത്ത നല്ല കാര്യങ്ങൾ പോലും ഒരു മരീചിക പോലെയാണ്. ഇതിന്റെ ഏറ്റവും അപകടകരമായൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്തുകൂട്ടിയ തെറ്റുകൾക്ക് ഒരു മറയായിട്ട് ഈ ദാനധർമ്മത്തെ ഉപയോഗിക്കുന്നതാണ്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഒരിടത്ത് ഉണ്ടാക്കുന്നു, എന്നിട്ട് അതിന്റെ ഒരു പരിഹാരമായി കുറച്ച് പണം കൊടുത്ത് കൈകഴുകുന്നു. നോക്കൂ, ഇവിടെ ആത്മാർത്ഥമായൊരു ഖേദമില്ല, ഒരു തൗബയില്ല. മറിച്ച് ആ ഒരു കുറ്റബോധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ളൊരു ശ്രമം മാത്രം. അപ്പോൾ ഒരു കർമ്മത്തിന് യഥാർത്ഥത്തിൽ മൂല്യം കൊടുക്കുന്നത് എന്താണ്? ഈ ഒരു താരതമ്യം നോക്കൂ. ഒരു സൈഡിൽ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക, കാഴ്ബ പരിപാലിക്കുക, ഇതൊക്കെ എത്ര വലിയ കാര്യങ്ങളാണ്. എന്നാൽ മറുഭാഗത്ത് അല്ലാഹുവിലും അന്ത്യനാളിലുമുള്ള അടിയുറച്ച വിശ്വാസം. ഖുർആൻ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ഇവ രണ്ടും ഒരുപോലെയാണോ? ആ ചോദ്യത്തിന് സൂറത്ത് തൗബയിലെ ഈ ആയത്ത് വളരെ വ്യക്തമായ മറുപടി നൽകുന്നു. ഒരിക്കലുമില്ല. അബൂജഹലിന്റെയൊക്കെ കാര്യം എടുത്തു നോക്കൂ. മക്കയിലെ വലിയ പ്രമാണിമാരായിരുന്നു അവർ. അതിഥികളെ സൽക്കരിക്കുന്നതിലും കാബയെ നോക്കി നടത്തുന്നതിലും അവർ മുൻപന്തിയിലായിരുന്നു. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ഈമാൻ എന്ന ആ വെളിച്ചമുണ്ടായിരുന്നില്ല. അതുകൊണ്ടുതന്നെ അല്ലാഹുവിന്റെ അടുക്കൽ ആ കർമ്മങ്ങൾക്കൊന്നും ഒരു വിലയുമുണ്ടായിരുന്നില്ല. ഈയൊരാശയം ഒന്നുകൂടി ഉറപ്പിക്കാൻ സഹായിക്കുന്നൊരു സംഭവമുണ്ട്. അബ്ദുല്ല ബിൻ ജദ്ദാൻ എന്നൊരാൾ അതിഭയങ്കരനായ ഒരു ദാനശീലനായിരുന്നു. അദ്ദേഹത്തിന്റെ ദാനങ്ങളെക്കുറിച്ച് പ്രവാചകനോട് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി വളരെ ശ്രദ്ധേയമാണ്. അതൊന്നും അദ്ദേഹത്തിന് പരലോകത്തൊരു ഗുണവും ചെയ്യില്ല. കാരണം എന്താണെന്നോ? ന്യായവിധി നാളിൽ എന്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടില്ല. അതായത് ആഖിറത്തിലുള്ള വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ശരി, ഈ പൊള്ളയായ കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ മനുഷ്യന്റെ മറ്റൊരു പൊതുവായ സ്വഭാവത്തിലേക്കാണ് വരുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹുവിനോട് നമ്മൾ വലിയ വാഗ്ദാനങ്ങൾ ചെയ്യും. പക്ഷേ സൗകര്യം കിട്ടിക്കഴിയുമ്പോൾ അതെല്ലാം മറന്നുപോകുന്നതിനെക്കുറിച്ച് ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഓർത്തു നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ വാതിലുകളും അടഞ്ഞുപോയി എന്ന് തോന്നുന്ന നിമിഷങ്ങൾ. ഒരു കപ്പൽ നടുക്കടലിൽപ്പെട്ട് ആടി ഉലയുന്നതുപോലെ, ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥ. ആ ഒരു നിമിഷത്തിൽ എത്ര ആത്മാർത്ഥമായിട്ടായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുക: എന്റെ റബ്ബേ, എന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തിയാൽ ഞാൻ നല്ലവനായി ജീവിച്ചോളാം എന്ന് നമ്മൾ വാക്കുകൊടുക്കും. ആ വാഗ്ദാനത്തിന്റെ ആ ഒരു ആത്മാർത്ഥതയും ദൃഢനിശ്ചയവും ഈ ആയത്തിൽ നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായും ഞങ്ങൾ ദാനം ചെയ്യും, തീർച്ചയായും ഞങ്ങൾ നല്ലവരുടെ കൂട്ടത്തിൽപ്പെടും. ലാം നൂൻ പോലുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ച് എത്ര ശക്തമായിട്ടാണ് അവർ ആ വാക്ക് ഉറപ്പിച്ചു പറയുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു? ആ പ്രതിസന്ധി നീങ്ങി അല്ലാഹു അനുഗ്രഹം കൊടുത്തപ്പോൾ അവർ പിശുക്കന്മാരായി. കൊടുത്ത വാക്ക് മറന്നു. ഇതിന് അല്ലാഹു കൊടുത്ത ശിക്ഷ എന്താണെന്നറിയാമോ? പണമോ സമ്പത്തോ തിരികെ എടുത്തതല്ല. അല്ല, മറിച്ച് അവരുടെ ഹൃദയങ്ങളിൽ കാപട്യമെന്ന രോഗം അല്ലാഹു സ്ഥാപിച്ചു. ഇതിനേക്കാൾ വലിയൊരു ദുരന്തം വേറെയുണ്ടോ? അപ്പോൾ യഥാർത്ഥ ചോദ്യം ഇതാണ്: ഈ ആത്മവഞ്ചനയിൽ നിന്നും, ഈ വാക്ക് മാറ്റുന്ന സ്വഭാവത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം? ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിൽ എങ്ങനെയൊരു പർവ്വതം പോലെ ഉറച്ചു നിൽക്കാൻ സാധിക്കും? അതിനുള്ള താക്കോൽ, തബാത്ത്, നേടിയെടുക്കാനുള്ള വഴി ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ തബാത്ത് എന്ന് പറഞ്ഞാൽ? പ്രതിസന്ധിയുടെ നടുവിൽ, ശത്രുക്കളുടെ മുന്നിൽ, പരീക്ഷണങ്ങളുടെ സമയത്ത് പതറാതെ, കാലിടറാതെ ഉറച്ചു നിൽക്കാനുള്ള കഴിവാണത്. ഇതാണ് ഓരോ വിശ്വാസിയും നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം. ഇതാ രഹസ്യം. സൂറത്തുൽ അൻഫാലിൽ യുദ്ധക്കളത്തിലെ ഒരു രംഗത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അല്ലാഹു ഈ വിജയമന്ത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ശത്രുക്കളുടെ ഒരു സൈന്യത്തെ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ രണ്ടേ രണ്ട് കാര്യങ്ങൾ ചെയ്യുക. നോക്കൂ, എത്ര ലളിതമാണ് ആ ഫോമുല. 1. ഫത്ബുതു,
ഉറച്ചു നിൽക്കുക. 2 വദ്കുറുല്ലാഹ കസീറൻ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക. ശ്രദ്ധിച്ചോ, ഉറച്ചു നിൽക്കുക എന്ന കൽപ്പനയുടെ കൂടെ തന്നെയാണ് അല്ലാഹുവിനെ ഒരുപാട് ഓർക്കാനും പറയുന്നത്. അതിനർത്ഥം ആ ഓർമ്മയാണ് നമുക്ക് ഉറച്ചു നിൽക്കാനുള്ള ശക്തി നൽകുന്നത് എന്നാണ്. എന്തുകൊണ്ടാണ് അല്ലാഹുവിനെ ഓർക്കുന്നതിന് ഇത്രയധികം ശക്തി? അതിന്റെ കാരണം കേട്ടാൽ നമ്മുടെ എല്ലാം ഹൃദയം നിറഞ്ഞുപോകും. ഒരു ഹദീസ് ഖുദ്സിയിൽ അല്ലാഹു നേരിട്ട് പറയുകയാണ്, എന്റെ അടിമ എന്നെ ഓർക്കുമ്പോൾ ഞാൻ അവന്റെ കൂടെയുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം സ്രഷ്ടാവായ അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരെയാണ്, എന്തിനെയാണ് ഭയപ്പെടേണ്ടത്? അപ്പൊ ഈ ഒരു ചർച്ച മുഴുവൻ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരൊറ്റ പോയിന്റിലേക്കാണ്: നമ്മുടെ ഹൃദയം. നമ്മുടെ കർമ്മങ്ങളുടെയും വിജയപരാജയങ്ങളുടെയും എല്ലാം അടിസ്ഥാനം ആ ഹൃദയത്തിന്റെ അവസ്ഥയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഒരു പരീക്ഷ പാസ്സാകുന്നതിനെക്കുറിച്ചാണ്, ആ ഒരു ഫൈനൽ റിസൾട്ടിനെക്കുറിച്ചാണ്. എന്നാൽ അല്ലാഹു നോക്കുന്നത് അതല്ല. ആ പരീക്ഷ നടക്കുന്ന സമയത്ത്, ആ പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങളുടെ ഹൃദയം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, നിങ്ങൾ അവനെ ഓർക്കുന്നുണ്ടോ, അവനിൽ ഭരമേൽപ്പിക്കുന്നുണ്ടോ എന്നാണ് അല്ലാഹുവിന് കാണേണ്ടത്. ഫലമല്ല പ്രധാനം, ആ പ്രക്രിയയാണ്. അപ്പോ ഈ സ്ഥിരതയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു ആന്തരിക യാത്രയാണ്. നമ്മുടെ നീയത്ത്, നമ്മുടെ ഉദ്ദേശശുദ്ധി സംരക്ഷിക്കുന്നതിന്റെ യാത്ര. കാരണം ആത്മാർത്ഥത എപ്പോഴും ഒരുപോലെ നിൽക്കില്ല. അതിന് നിരന്തരമായ ശ്രദ്ധയും ദിക്റെന്ന പരിചയം ആവശ്യമാണ്. ഏറ്റവും അവസാനം വിജയം എന്റെ കഴിവുകൊണ്ടല്ല, മറിച്ച് അല്ലാഹുവിന്റെ സഹായം കൊണ്ടാണെന്ന ആ ഒരു തിരിച്ചറിവും നമുക്ക് വേണം. ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. നമ്മളെല്ലാവരും ഇപ്പോൾ ഏതെങ്കിലും ഒരു പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. ചിലർക്ക് സാമ്പത്തികമായി, ചിലർക്ക് ആരോഗ്യപരമായി, അല്ലെങ്കിൽ മാനസികമായി. നമുക്ക് സ്വയം ഈ ഒരു ചോദ്യം ചോദിക്കാം: എന്റെ ഈ പരീക്ഷണത്തിൽ എത്രത്തോളം എന്റെ ഹൃദയം അല്ലാഹുവിനെ ഓർക്കുന്നുണ്ട്? ആ ഓർമ്മയിലാണോ ഞാൻ എന്റെ ശക്തി കണ്ടെത്തുന്നത്?